മീനാക്ഷി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആങ്കറിംഗ് ആണോ ആക്ടിംഗ് ആണോ, ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് വെച്ചാൽ എന്തായിരിക്കും പറയേണ്ടത്? ആക്ടിംഗ് ആണ്. അപ്പം പക്ഷേ ഞങ്ങൾ കൂടുതലും മീനാക്ഷി ഇഷ്ടപ്പെടുന്നത് ഒരു ആങ്കറിങ്ങിലൂടെ. അപ്പം ഈ ആക്ടിങ് ഇഷ്ടപ്പെടുന്ന മീനാക്ഷിക്ക് ഒരു ഇന്ന കഥാപാത്രം, ഇപ്പോൾ പറഞ്ഞല്ലോ ചെറിയതാണെങ്കിലും നല്ല റോളുകൾ ചെയ്യണം എന്നുള്ളതാണ് ആഗ്രഹം എന്ന് പറഞ്ഞു. അപ്പം പേഴ്സണലി എനിക്ക് ഇങ്ങനെ ഒരു റോള് ചെയ്യണം, അങ്ങനെ ആഗ്രഹമുള്ള ഏതെങ്കിലും ഒരു റോളുണ്ടോ? അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ഇഷ്ടം പോലെ റോളുകളുണ്ട്. കാരണം ഞാനിപ്പം മറ്റേ ചെയ്ത് സബലീകരിച്ച റോളുകളൊന്നും അങ്ങനെ അത്രയ്ക്ക് മൂവീസ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ. ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ഒത്തിരി ക്യാരക്ടേഴ്സ് ഉണ്ട്. ചെറുപ്പം മുതലേ നമ്മൾ കണ്ടു വളർന്ന മൂവീസിലുള്ള തന്നെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്, വേറെ ലാംഗ്വേജസിലേ ഉണ്ട്. അതൊക്കെ ആഗ്രഹമുണ്ടല്ലോ. അത് ഇപ്പം മറ്റേ ഏത് ഇത്രയൊക്കെ ചെയ്തല്ലോ, ഇനി ഏതാണ് ചെയ്യാൻ ബാക്കിയുള്ളതെന്ന് ചോദിക്കുന്നതല്ലോ. അപ്പോൾ എനിക്ക് ഒത്തിരി ഒത്തിരി ആഗ്രഹമുണ്ട്. പിന്നെ ഒത്തിരി ഇഷ്ടമുള്ള ആർട്ടിസ്റ്റുകളുണ്ട്, ആക്ടേഴ്സ് ഉണ്ട് മലയാളത്തിലും വേറെ ലാംഗ്വേജിലൊക്കെ. അപ്പോൾ അവരൊക്കെ ചെയ്തു വെച്ച കുറേ അതിനൊക്കെ സിമിലാരിറ്റി ഉള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ട്. പിന്നെ ഇപ്പം നമ്മളിവിടെ മിസ് ചെയ്യുന്ന ഒരാൾ നമ്മളുടെ അശോകൻ. അതെ, അപ്പം അദ്ദേഹം മലയാളത്തിൻ്റെ ഒരു ഹിസ്റ്ററി തന്നെയാണ്. അപ്പം നിങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു സെറ്റിൽ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? സീനിയർ ആർട്ടിസ്റ്റുകൾ കുറച്ച് പേരുണ്ട് ഇതിനകത്ത്. അപ്പം അശോകൻ ചേട്ടനുണ്ട്, ജാഫർ ഇടുക്കിയുണ്ട്. അപ്പോൾ ജാഫർക്കാടൊക്കെ കൂടെ എന്ന് പറയുമ്പോഴത്തേക്കിനും അത് തന്നെ വേറൊരു ലീഗ് പരിപാടിയാണ്. ലൈക്ക് എന്താ പറയുക, ഒരു ഗിവ് ആൻഡ് ടേക്ക് പ്രോസസ് ഭയങ്കരമാണ്. അശോകൻ ചേട്ടൻ എനിക്ക് ഇതിനകത്ത് അച്ഛനാണ്. അപ്പോൾ എൻ്റെ വാപ്പയായിട്ട് അഭിനയിക്കുമ്പോൾ ആ ഒരു ഫിയറും ഒരു കോൺഫ്ലിക്റ്റും ഉണ്ടല്ലോ. അതായത് എൻ്റെ വാപ്പ ചെറുപ്പത്തിൽ ഞാനിപ്പോൾ ചെയ്യുന്ന പരിപാടിയാണ് പുള്ളി അവിടെ ചെറുപ്പകാലത്ത് പുള്ളി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പുള്ളിക്ക് ഞാൻ ആ രീതി പോകുന്നത് കാണുമ്പോൾ പുള്ളിക്ക് അത് തീരെ പറ്റില്ല. അതാണ് എൻ്റെയും അശോകൻ ചേട്ടൻ്റെയും കോൺഫ്ലിക്റ്റ്, സിനിമയിലുള്ള കോൺഫ്ലിക്റ്റ് അതാണ്. പിന്നെ അപ്പോൾ ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസാണ്. കാരണം സിനിമയുടെ ഓൺ സ്ക്രീനിലും ഓഫ് സ്ക്രീനിലും ഒക്കെ ഒരു അച്ഛൻ വൈബ് തന്നെയായിരുന്നു എനിക്ക് പുള്ളിയോട്. പുള്ളി പറയുന്നത് 30-35 വർഷത്തെ എക്സ്പീരിയൻസ് ഭയങ്കരമാണല്ലോ. അപ്പോൾ അതിനകത്ത് നിന്ന് ഉണ്ടാകുന്ന പറയുന്ന ഗുണപാഠങ്ങളൊക്കെ ഭയങ്കര എക്സ്പീരിയൻസിങ് ആണ്. കാരണം പുള്ളിക്ക് വേണേൽ പറയാതിരിക്കാം, പക്ഷെ അങ്ങനെയല്ല പറഞ്ഞു തരും. അതങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യണം, അതങ്ങനെ വന്നാൽ ഇങ്ങനെ സംഭവിക്കും, അതവിടെ പണി കിട്ടും എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു ഗുണപാഠമാണ്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഒരു അച്ഛൻ മകനോട് പറയുന്ന അതേ വൈബിൽ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അത് വളരെ ഒരു ഭാഗ്യമാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ആ അശോകൻ ചേട്ടൻ? കാരണം എനിക്കൊന്ന് ചെറുപ്പം തൊട്ടേ നമ്മൾ കണ്ടു വളർന്നു. 1968 അദ്ദേഹത്തിന്റെ ആദ്യത്തെ പടം. അപ്പൊ ആ ഒരു സമയത്ത് പപ്പൻ പ്രിയപ്പെട്ട ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിനുശേഷം പിന്നെ 8 വർഷത്തെ ഗ്യാപ്പിന് ശേഷം പുള്ളി വീണ്ടും അദ്ദേഹം വന്നത് പാർവതി പരിണയം എന്ന സിനിമയിലൂടെയാണ്. ആ ഒരു 8 ഇയേഴ്സ് അല്ല, അതിനുശേഷം പിന്നെ വന്നത് വൃദ്ധന്മാരെ സൂക്ഷിക്കുക എന്ന പടത്തിലാണ് അദ്ദേഹത്തിനൊരു ബ്രേക്ക് കിട്ടിയ സിനിമ. അപ്പം നമ്മൾ ചെറുപ്പം തൊട്ടേ കണ്ടു വളർന്ന ഒരു വലിയ കലാകാരന്മാരിൽ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു നിങ്ങളുടെ കോമ്പിനേഷൻ സീൻ ഉണ്ടായിരുന്നോ? എനിക്ക് കോമ്പിനേഷൻ സീൻ ഉണ്ടായില്ല. പക്ഷെ ഞങ്ങള് ബ്രേക്കിനൊക്കെ 1-2 ദിവസം ഞങ്ങൾ ഇന്ന് സംസാരിച്ചിരുന്നു. അപ്പം ആള് ഈ പറഞ്ഞ സിനിമയിൽ വന്ന വഴി, സിനിമയിൽ ആദ്യം ക്യാരക്ടർ കിട്ടിയിട്ട് അത് ഡെവലപ്പ് ചെയ്ത്, പിന്നെ ആദ്യം മറ്റേ പാർവതി പരിണയത്തിൽ ഇപ്പോൾ അദ്ദേഹം തന്നെ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, ആദ്യം ഒരു ചെറിയ ക്യാരക്ടറായിട്ട് എന്തോ ചെന്നാൽ പിന്നെ പുള്ളിയുടെ പെർഫോമൻസ് കണ്ടിട്ട് ക്യാരക്ടർ കുറച്ചുകൂടെ ഡെവലപ്പ് ആക്കി എന്നൊക്കെ ആ കഥകളൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ ഞാൻ ഒരു തവണ ഇങ്ങനെ ചോദിച്ചിരുന്നു, പഞ്ചാബി ഹൗസിലൊക്കെ ഉള്ള സംഭവങ്ങൾ അതിനകത്തൊക്കെ ലൈക്ക് എല്ലാവരും അപ്പൊ ഞാൻ ചില സാധനങ്ങൾ മറ്റേ ഇത് വന്നിട്ട് പറയില്ലേ, മുതലാളി ഒന്ന് എഴുന്നേറ്റ് ഓടിപ്പോയി മരുന്നൊക്കെ വാങ്ങിച്ചിട്ടോ, ആ സാധനമൊക്കെ ഇല്ലേ, അതൊക്കെ എങ്ങനെ സ്ക്രിപ്റ്റിൽ എഴുതി ചേർക്കുന്ന ഞാൻ ആലോചന. അപ്പൊ ഞാൻ ആളെ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിച്ചു, നമ്മുടെ ചേട്ടാ അതൊക്കെ നിങ്ങൾ ഇംപ്രവൈസ് ചെയ്യുന്നതാണോ അതോ സ്ക്രിപ്റ്റിലുള്ളതാണോ? അപ്പൊ എന്റെ കുറെ അങ്ങനത്തെ കുറെ ഡൗട്ട്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ഇതിൽ ക്ലിയർ ചെയ്തു. ശരിക്കും ഇംപ്രവൈസ് ചെയ്യുന്നതാണോ അത് സ്ക്രിപ്റ്റിലുള്ളതാണോ? ആക്ച്വലി ഇപ്പൊ പറക്കുന്നളിയ കുറെ മൂവീസ് ഐക്കോണിക് ആയിട്ടുള്ള ഡയലോഗ്സ് എല്ലാം ആള് പറഞ്ഞത് സെറ്റിൽ വരും, അന്ന് രാവിലെ എഴുതി സെറ്റാക്കി അങ്ങനെ, അല്ലെങ്കിൽ ഇംപ്രവൈസ് ചെയ്ത് നമ്മളൊക്കെ അവർക്ക് എങ്ങനെയാണ് മറ്റേ ഒരു ഇതില്ലേ കിണ്ടി എറിയുമ്പം ക്യാ ഹുവാ തേരാവാറില്ല, അത് മാത്രമാണ് ഡബിങ്ങിന് എന്തോ ഇട്ടത്. ബാക്കിയെല്ലാം അവരെല്ലാവരുടെയും കൂടെ ഉള്ള കോൺട്രിബ്യൂഷൻ ആണ്.